കഴിഞ്ഞ വീഡിയോയിൽ ഓണം റിലീസ് പടങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ലോകയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോയുടെ ഒരു ബുക്കിംഗ് എടുത്ത് നോക്കിയോ, വമ്പം ബുക്കിംഗ് ആണ്. പടമാണെങ്കിൽ സീൻ പടം. ഇതിൽ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടറായിട്ടുള്ള ഡൊമിനിക് എറനാണ്. ഹി ഈസ് എ വിഷണറി, ഒരു രക്ഷയിലവുള്ളി. അതിൽ ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ഇപ്പോഴത്തെ ഒരു പ്രധാന വിമർശനം എപ്പോഴും എല്ലാ ഇൻഡസ്ട്രീസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, ഈവൻ അവർ ഫീമെയിൽ ലീഡ് ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യത്തിനുള്ള സ്ക്രിപ്റ്റ്സോ അതുപോലെ സിനിമകളോ വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിലെ ലീഡ് എന്ന് പറഞ്ഞ കല്യാണിയാണ്. അതും ഇത്രയും വലിയൊരു ബജറ്റിൽ ആ സിനിമ എടുത്തു എന്നുള്ളതും വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം അതൊരു വലിയൊരു ചലഞ്ചാണ്, അതിനാവശ്യമായിട്ടുള്ള ധൈര്യം നിർബന്ധമാണ്. ഈ സിനിമ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ലീഡാക്കണം അങ്ങനെ വിചാരിച്ചെടുത്തൊരു പടവും നല്ലത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 2020 അന്ന് ഉണ്ടാക്കിയൊരു ത്രെഡ്, അന്നാണ് ഈ കഥ ആദ്യമായിട്ട് കൺസീവ് ചെയ്യപ്പെടുന്നത്. അന്നേരം അതിനുശേഷം ഡെവലപ്പായി നമ്മളിന്ന് കാണുന്ന ലോകയെ മാറിയതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, അദ്ദേഹം ഈ സിനിമയെ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചൊരു രീതിയുണ്ട്. അത് ഭയങ്കര അട്രാക്റ്റീവാണ്. കാരണം വേറൊന്നുമല്ല, ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം ക്യാമിയോസ് ഉണ്ട്. എല്ലാം സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞൊന്ന് മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിങ്ങിൽ അവർക്ക് എന്താണോ വേണ്ടത്, എന്താണോ ഓഡിയൻസിന് കൊടുക്കേണ്ടത്, അത് മാത്രം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കൊടുത്ത പോലെ അവർ ചെയ്തത്. ഈവൻ ഒരു ആഡിൽ പോലും അവർ ഏതൊക്കെ ആർട്ടിസ്റ്റിലാണ് വരുന്നത്, ഇതിൻ്റെ കഥ എങ്ങനെയാണ് പോകുന്നത്, ഒന്നും കറക്റ്റായിട്ട് കൺവേ ഒന്നും ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ പോലും അടിപൊളി സ്റ്റാൻഡേർഡ് ട്രെയിലർ അത്രയാണ് നമുക്കുള്ളത്. അല്ലാതെ ഇതിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ വരുന്നു, അവരെന്തോ മാസീവായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരു ഹൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മളൊരു സ്റ്റാൻഡേർഡ് പടം കാണാൻ പോകുന്നുള്ള വൈബിൽ പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സാധനമായിരിക്കും. ആ ഒരു സാധനം, ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഫ്രഷാണ്. അത് എടുക്കുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അപ്രോച്ച് കൂടിയാണ്. സ്റ്റിൽ എപ്പോഴും ഇത്തരത്തിലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഫി സിനിമ എടുക്കുക, അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കൽ പടങ്ങൾ എടുക്കുക, എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഓഡിയൻസുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അതിപ്പോൾ വലിയൊരു മാസ് മൂവി വരികയാണെങ്കിലും ആ ഒരു പ്രശ്നം പലപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ മേ ബി അവരുടെ പ്രീ വർക്ക് കൊണ്ടായിരിക്കാം അവർ നന്നായിട്ട് സ്ക്രിപ്റ്റിൽ പണിയെടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയാണ് വന്നത്, അവർക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇനി അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, എവറിത്തിങ് നമ്മുടെ ഉള്ളൊരു ഈഗർനെസ് ഉണ്ടാക്കും. ഈവൻ ഇൻ്റർവെല്ലാണെങ്കിലും ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ്, സ്ക്രീൻ പ്ലേ ഗംഭീരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ സിനിമയുടെ ജോണറിനോട് നീതി പുലർത്തുന്നുള്ള കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലർക്ക് റൊമാൻസ് ആയിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് ആക്ഷൻ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ആ സിനിമ ആ ജോണറിനോട് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജോണർ ബ്ലെൻഡിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ മിത്തോളജി ഉണ്ട്, ഫോക്ലോർ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, സൈഫൈ എലമെൻറ്റ്സ് ഉണ്ട്. ഇതിനെല്ലാം മിക്സപ്പ് ചെയ്യാൻ വേണം. എന്നാൽ നമ്മൾ അമേരിക്കക്കാരല്ല, നമുക്കിപ്പോൾ ഹോളിവുഡിൽ കാണിക്കുന്ന പോലെ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്റ്റ് ആവണമെന്നില്ല. ഇതിനെല്ലാം ഒരു കേരള ട്രഡീഷനോട് ഒന്ന് അവതരിപ്പിച്ച് അങ്ങനെ മിക്സപ്പ് ചെയ്ത് ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവുള്ളൂ. അത് വളരെ വൃത്തിക്ക് വിളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജോണർ ബ്ലെൻഡിങ് നടത്തിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ചുരുക്കം ഇന്ത്യൻ സിനിമകൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഭാസ്, ബച്ചൻ, കമൽഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള കൽക്കി 2898 എന്ന് പറഞ്ഞ സിനിമ, അതൊരു ഗംഭീര സിനിമയായിരുന്നു. പക്ഷേ അത് വലിയൊരു ബിഗ് ബജറ്റ് പടമാണ്. അത് വെച്ച് കമ്പയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ അത് വെച്ച് നോക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ഒരു ബജറ്റിൽ ഇമ്മാതിരി ഒരു പടം പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ട്രൂലി അപ്രീഷിയബിൾ. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റോപ്പിയൻ വിഷ്വൽ ടോൺ, അതേപോലെ തന്നെ ഒരു മൂൺലിറ്റ് അറ്റ്മോസ്ഫിയർ, ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിൻ്റെ മൂഡ് എന്താണോ അത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് ഹുക്കായി നിൽക്കും. ഇപ്പം ആ സിനിമയുടെ പേര് തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ്. അപ്പോൾ ആ ചന്ദ്രയ്ക്ക് ആ ഒരു മൂൺലിറ്റ് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഈ ക്യാരക്ടർ വരുമ്പോൾ ഇങ്ങനെയാണ്, മറ്റേ ക്യാരക്ടർ വരുമ്പോൾ അങ്ങനെയാണ്. ആ ഒരു കൺസിസ്റ്റൻസി അത് പക്കയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദിസ് ഇസ് എ ഡയറക്ടേഴ്സ് ആർട്ട്, അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പടമാണിത്. സോ ഇത് പക്ക ഡൊമിനിക് എറൻ മാസ്റ്റർ പീസ്. ഇപ്പോൾ നമ്മുടെ ആ മറ്റേ മാർട്ടിൻ സ്കോർസെസിയുടെ മീമൊക്കെ ഇല്ലേ, ഇതാണ്ട് ആ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആ സാധനം പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു ഗംഭീര മാസ്റ്റർ പീസ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പടത്തിൽ ഒരുപാട് സസ്പെൻസും ഗാസെങ്കുറും ഒക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ കാണും. പിന്നെ പടം കാണുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. സോ പടം പോയി കാണുക, പൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.